ഹായ് കൂട്ടുകാരെ, ദേവൂട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇതൊരു 4 കിലോ ചിക്കനുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് കഴുകി പെറുക്കി എടുക്കാം, നല്ല വൃത്തിയാക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അഴുക്കൊക്കെ ഉണ്ട്, അതെല്ലാം പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കണം. ഇപ്പോൾ സവോള എല്ലാം അരിഞ്ഞ് പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം ചിക്കനിലോട്ട് ഉപ്പെല്ലാം ചേർത്തു. എല്ലാം വറുത്ത് കറി വെക്കാനാണ്. അപ്പം എന്താ ഇച്ചിരി മസാല, ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കൈ കൊണ്ടെല്ലാം ഒന്ന് ഞെരടി എല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കി അതിലെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളകാൻ, അടിയിലുള്ള എല്ലാം മുകളിലാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഇളക്കാം. കുറച്ച് നേരം വെച്ചേക്കണം ഇളക്കി വെച്ച്. എന്നിട്ടിങ്ങനെ ഓരോ കഷ്ണം പെറുക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂപ്പിച്ച് വറക്കണ്ട, ഒരുമാതിരി ഒന്ന് വറുത്തെടുക്കണം അത്. അപ്പോൾ എല്ലാം ഒന്ന് വറുത്ത് കോരാം. ഒറ്റ ഇതായിട്ട് ഇടാൻ പറ്റത്തില്ല, 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്ത് കോരുന്നത്. അപ്പം എന്ത്, ഒരു പ്രാവശ്യം ഒന്നും എടുത്ത് രണ്ടാമത്തെ എല്ലാം വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതൊരു പണിയാണ്. അല്ല, പകുതി വേവാകണം, അപ്പോൾ കറി വെച്ച ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് മറ്റേ എല്ലാം ചേർത്ത് കറി വെക്കാം. കടുക് ഇടണമെന്നില്ല, കടുക് ഇടുന്നവർക്ക് ഇടാം. കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി അരച്ച് വേസ്റ്റാക്കിയില്ല, ഒന്ന് ചതച്ചെടുത്ത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമുക്കൊന്നിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പല ചേർത്ത് കൊടുക്കാവേ. ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി എല്ലാം പുരട്ടിയാണ് വറുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി എല്ലാം പുരട്ടിയിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി എല്ലാം ഒന്ന് ചേർത്ത്, ഒരു ശകലം മല്ലിപ്പൊടിയും ചേർത്ത് ഇത് സവോള എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് കളറെല്ലാം മുളകൊന്ന് മൂക്കാൻ വേണ്ടിയാണ് നേരത്തെ മുളക് പൊടി ഇട്ട് കൊടുത്തത്. അല്ല, ഈ സവോളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തതുണ്ടല്ലോ, മൂക്കാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നല്ലൊരു കളറ് വരും. അതിന് വേണ്ടിയാണ് നേരത്തെ മുളക് പൊടി മൂപ്പിച്ചെടുത്തത്. കൊണ്ട് സവോള ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളുടെ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, എല്ലാം ഒന്ന് മിക്സ് ആക്കണം. ഇതൊക്കെ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി ഇച്ചിരി വെള്ളമോടെ ഒഴിച്ച് നമുക്കൊന്ന് കറി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇച്ചിരി സവോളയൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് സവോള വറുത്ത് ചേർക്കുവാണെങ്കിൽ ഒന്നൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകും കറിക്ക്. അപ്പം ഞാനതെല്ലാം സവോള ചേർത്തായിരുന്നു. ഇപ്പം വേണ്ട മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരുവാണേ. നല്ല മൂത്ത് വരുന്നുണ്ട്. കരിയാതെ കോരണം. ഇതൊക്കെ നമുക്കൊന്ന് കോരിയെടുക്കാം. കുറച്ച് സവോള വറുത്ത് മാറ്റണം. അത് ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ട അരി ഇടാൻ പോവുകയാണേ. ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കലം ഇച്ചിരി വലിയ കലമാണ്, ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത്. ഇച്ചിരി നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ അരി ഇങ്ങനെ പിടിച്ചിരിക്കാതിരിക്കാനായിട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നാരങ്ങാനീര് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. നാരങ്ങ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയത്, ഞാൻ കോരി എടുത്തായിരുന്നു. ചൂടടിച്ചപ്പം കയ്യിൽ നിന്ന് പോയതാണ്. പിന്നെ നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുമെല്ലാം. ഏലക്കായും കറുകപ്പട്ടയും എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ട് അരി ഇട്ടാൽ മതി. അപ്പം 4 കിലോ ചിക്കൻ, അപ്പം ഞാൻ 2.5 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്.
വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരിയെല്ലാം കഴുകി ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. അതുകൊണ്ടാണ് നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്താൽ ഒത്തിരി അങ്ങനെ വേഗത്തില്ല. ഒന്നും പിടിക്കാതെ ഇങ്ങനെ നല്ലതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തു. അപ്പം നമുക്കൊന്ന് വെന്ത് ഊറ്റണം. അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ദമ്മിടുവാണേ. ദം ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസാണ്. അപ്പം നമ്മളിങ്ങനെ ഞാൻ എല്ലാം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം മൂപ്പിച്ച് വെച്ചതെല്ലാം ഇട്ട് മല്ലിയില നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണേ. വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. സവോളയൊക്കെ വറുത്ത് കോരി എല്ലാം ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഇടയ്ക്കൊന്ന് ഒഴിച്ചൊക്കെ കൊടുക്കണം. പിന്നെ പൈനാപ്പിൾ എസൻസ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം. അല്ലെ പൈനാപ്പിൾ കട്ട് ചെയ്ത് ചെറുതായിട്ട് പീസാക്കി ഇട്ടാലും നല്ലതാണ്. നല്ല മണമൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞായറാഴ്ച ആകുമ്പം ഞങ്ങളിവിടെ എല്ലാവരും കാണും. അപ്പം ഞാൻ ഞായറാഴ്ച ദിവസമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് ഇച്ചിരി ഏറെ ഉണ്ടാക്കും. ഭയങ്കര പാടാണ് ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ. ഭയങ്കര ചൂടാണ്. പിന്നെ പിള്ളേരെ ആഗ്രഹം പറയുമ്പോൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണ്ട് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണേ. ഒന്നുകൂടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് ചള്ളാസ് ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാം